പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയം കൂടെ നിന്നിട്ടും കോൺഗ്രസിൽ വിവാദങ്ങൾ വിട്ടൊഴിയുന്നില്ല. പരസ്യ പ്രസ്താവന പോര് അവസാനിച്ചു. പുതുപ്പള്ളി എംഎൽഎ കോൺഗ്രസ് നേതാവ് ചാണ്ടി ഉമ്മനാണ് ഇത്തവണ Q18. നമസ്കാരം. പുതുപ്പള്ളി ജയത്തിന് ശേഷമാണ് ആദ്യത്തെ ഇന്റർവ്യൂ എടുക്കുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ ചാണ്ടി ഉമ്മൻ എന്ന രാഷ്ട്രീയ നേതാവ്, ജനപ്രതിനിധി എത്രത്തോളം മാറിയിട്ടുണ്ടെന്നുള്ള സ്വയം വിലയിരുത്തലുണ്ട്? അല്ല, തീർച്ചയായിട്ടും മാറ്റം അനിവാര്യമാണല്ലോ. കാരണം നമ്മൾ MLA ആയതു ശേഷം ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാൻ, ജനങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ, അവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നമായിട്ട് കരുതുവാൻ, അങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടുന്ന സമയത്ത് നമ്മൾ സ്വയം മാറും. ആ മാറ്റം ഏതൊരു വ്യക്തിക്കും ഉണ്ടാകുന്ന മാറ്റമാണ്. അപ്പം നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടുന്നതിൻ്റെ എഫക്റ്റാണ്. തീർച്ചയായിട്ടും വളരെയധികം വ്യത്യാസം എനിക്ക് തന്നെ തോന്നാറുണ്ട്. കാരണം നമ്മുടെ മുന്നിൽ വരുന്ന വിഷയത്തെ അതിൻ്റെ റിക്വയർ ചെയ്യുന്ന സീരിയസ്നെസ്സിൽ നമ്മളതിനെ ഡീൽ ചെയ്യണം. അതുപോലെ തന്നെ ആ പ്രശ്നത്തെ ഫോക്കസ് ചെയ്ത് തന്നെ നീക്കണം. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത് ജനപ്രതിനിധിയുടെ ഏറ്റവും വലിയ അനിവാര്യത. കാരണം നൂറുകണക്കിന് ആൾക്കാർ വരും, അവരെയൊക്കെ ഒരുപോലെ കരുതുവാനുള്ള മനസ്സുണ്ടാവണം. ആ മനസ്സ് പാകപ്പെടുത്തി ഉണ്ടാക്കിയേ പറ്റൂ. രാഷ്ട്രീയത്തിലേക്ക് രാഷ്ട്രീയം അന്യമായിട്ടുള്ള ഫീൽഡല്ല, ജനിച്ചപ്പോൾ തൊട്ടേ അറിയുന്ന ഫീൽഡാണ്. പക്ഷെ കൃത്യമായിട്ട് അവനവൻ തന്നെ കയറുമ്പോഴാണ് അവനവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് മാറുന്നത് എന്ന് പറയുന്ന പോലെ ആദ്യത്തെ അഭിമുഖത്തിൽ കുറച്ചും കൂടെ ഒരു ഇമോഷണലൊക്കെ ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. അതിന് പകരം ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരനായി ഈ കാര്യങ്ങളൊക്കെ ആ തരത്തിലാണ് കണ്ടു തുടങ്ങിയത് ചാണ്ടി ഉമ്മൻ. അങ്ങനെ വിലയിരുത്തിയാലോ? അല്ല, ഇമോഷണൽ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എന്നെ സംബന്ധിച്ച് എൻ്റെ പിതാവിൻ്റെ മരണം, അത് ഞാനിന്നും ഫുള്ളി റെക്കൺസൈൽ ചെയ്തിട്ടില്ല. കാരണം അദ്ദേഹം അത്രയും പെട്ടെന്ന് പോകുമെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ബാംഗ്ലൂർ പോകുമ്പോൾ പോലും എനിക്ക് ഇന്നും ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഞാൻ എന്തുകൊണ്ട് ഇമോഷണലാവും, സ്വാഭാവികമായിട്ടുള്ള കാര്യം. അത് പതുക്കെ ഗ്രാജ്വലി മാത്രമേ ആ മാറ്റം ഉൾക്കൊള്ളുവാൻ എനിക്ക് പറ്റത്തുള്ളൂ. ആ കാര്യത്തിൽ ഞാൻ ഇന്നും ആ ഒരു നിലപാടിലാണ്. പക്ഷേ ഇന്നും ഞാൻ എൻ്റെ പിതാവിൻ്റെ കല്ലറയിൽ നിന്നാണ് തുടങ്ങുന്നത്, രാത്രി അവസാനിപ്പിക്കുന്നത്. എത്ര വൈകിയാണെങ്കിലും അവിടെ ചെന്നിട്ടാണ് അവസാനിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ദിനചര്യയാണ് പുതുപ്പള്ളിയിലുള്ളപ്പോഴൊക്കെ ഞാൻ തുടരുന്നത്. അപ്പം ഇന്നും ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഇമോഷനാണ്. പക്ഷേ ഞാൻ ഇച്ചിലൂടെ ഒരു കൺട്രോൾഡായി മാറി എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഉമ്മൻചാണ്ടിയുടെ 13ാമത്തെ വിജയം, അതാണ് അന്ന് പറഞ്ഞിരുന്നത്. അപ്പോഴും ഇത് സഹതാപ തരംഗം കൊണ്ട് ജയിച്ചതാണെന്ന് ആക്ഷേപിക്കാനും അല്ലെങ്കിൽ പരിഹസിക്കാനൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. അവർക്കൊക്കെ മറുപടി കൊടുത്തു ഈ സമയം കൊണ്ട്, അങ്ങനെ തോന്നുന്നു? തീർച്ചയായിട്ടും. ഞാൻ 1.5 വർഷക്കാലം കൊണ്ട് എൻ്റെ മണ്ഡലത്തിൽ 45 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. 50 വീടുകൾക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഈ ഫെബ്രുവരിയോടുകൂടി അത് പൂർത്തിയാകും എന്നുള്ള പൂർണ്ണ പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ആൾക്കാരെ എന്നെക്കൊണ്ട് സഹായിക്കുന്ന വിധം, എന്നെക്കൊണ്ട് ചെയ്യാവുന്ന വിധം ഞാൻ എൻ്റെ മണ്ഡലത്തിലുള്ളവരെയും പുറത്തുള്ളവരെയും എനിക്ക് സഹായിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ 3 ടർഫുകൾ, ഒരു ഫുട്ബോൾ ടർഫ്, സ്വിമ്മിംഗ് പൂള്, അതുപോലെ തന്നെ ഒരു ബാഡ്മിൻ്റൺ കോർട്ടിനുള്ള പ്രവർത്തനം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ആയിട്ട് പറ്റുക. അല്ലാതെ തന്നെ 3 കുളങ്ങൾ നവീകരിക്കുവാനും ഒരു സ്വിമ്മിംഗ് പൂൾ പണിയുവാനുമായിട്ട് എൻ്റെ ഫണ്ട് സർക്കാരിൽ നിന്ന് ഞാൻ അലോട്ട് ചെയ്തു. കാരണം സ്പോർട്സ് സെൻ്ററാക്കി മാറ്റുക എന്നുള്ളത് എൻ്റെ പ്രഖ്യാപിതമായ ഒരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള മാറ്റങ്ങൾ എൻ്റെ എന്താ പറയുക, എൻ്റെ ഒരു വ്യക്തിപരമായ ഡിസിഷനും ജനങ്ങളുടെ ഒരു ആവശ്യവുമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ അടുത്ത് പ്രചരണത്തിനിടയിൽ ഒരു അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, കളിക്കുവാൻ ഒരവസരം മോനെ ഉണ്ടാക്കി കൊടുക്കുന്നു. അതെന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം. സാധാരണ അമ്മമാരാരും പറയാത്തൊരു കാര്യമാണ്. കാരണം ഞാനും ആലോചിച്ചു, എനിക്ക് കളിക്കുവാൻ സ്ഥലമില്ലായിരുന്നു. പക്ഷേ വരുന്ന തലമുറയ്ക്കെങ്കിലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. എൻ്റെ മണ്ഡലത്തിൽ മാത്രമല്ല, കേരളത്തിൽ മൊത്തം അങ്ങനെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ എൻ്റെ മണ്ഡലത്തിൽ എനിക്ക് മാറ്റം കൊണ്ടുവരാം. അപ്പം നമ്മൾ ആ ഒരു കാര്യത്തിൽ മാറ്റം കൊണ്ടുവരണം എന്ന് വളരെയധികം ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന കാര്യമാണ്. അപ്പം ബേസിക് ആയിട്ടുള്ള എല്ലാ നെസസിറ്റീസും ഇന്ന് പുതുപ്പള്ളിയിലുണ്ട്. സ്കൂള്, കോളേജ്, അതുപോലെ ഹെൽത്ത് ഫെസിലിറ്റീസ്, പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ്, ആയുർവേദ, ആയുഷിൻ്റെ സെൻറ്റേഴ്സ് എല്ലാം അവിടെ ഉള്ളപ്പോൾ തന്നെ ഇനി സ്പോർട്സ് അടിസ്ഥാനമാക്കിയും അതുപോലെ തന്നെ ടെക്നോളജി അടിസ്ഥാനമാക്കിയും എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഞാൻ ഇന്നുള്ളത്. അങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരുവാനുള്ള ഒരു യാത്രയിലാണ് ഇന്നുള്ളത്. അതിന് ഞാൻ വിദേശത്ത് പല സമയത്തും പോകുമ്പോഴും നിങ്ങൾക്കറിയാം, സർവ്വ സമ്മേളനം അത് നമ്മുടെ നാടിനെ വളരെ അനിവാര്യമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പോയിട്ടുള്ളത് വിദേശത്ത്. അങ്ങനെ പോകുമ്പോഴും ഇതായിരുന്നു എൻ്റെ പ്രയോറിറ്റി. എൻ്റെ മണ്ഡലത്തിൽ എന്തൊക്കെ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും, ആ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഇന്ന് ഞാനുള്ളത്.
ക്യാമ്പയിന്റെ സമയത്ത് വികസന വിഷയം പറഞ്ഞുകൊണ്ടായിരുന്നു ഇടതുപക്ഷം ആക്രമിച്ചത്. അത് പുതുപ്പള്ളിക്കാർ മുഖവിലേക്ക് എടുത്തില്ല എന്നുള്ളതാണ് ആ വിജയമുണ്ടായത്. ഉമ്മൻചാണ്ടിയും പുതുപ്പള്ളിയും തമ്മിലുള്ള ആ ഒരു അഭേദ്യമായ ബന്ധം ചാണ്ടിയുമ്മനും പുതുപ്പള്ളിയുമായിട്ട് അത് ഏത് തരത്തിലാണ് മാറിയിരിക്കുന്നത്? അല്ല, അദ്ദേഹത്തിൻ്റെ ഒരു കണക്ഷൻ എനിക്കില്ല. കാരണം അദ്ദേഹത്തിന് 53 വർഷത്തെ ഒരു എന്താ പറയുക, എൻ്റെ കൈവിരലിൽ എണ്ണാവുന്ന രീതിയിൽ ഓരോരുത്തരെയും അദ്ദേഹത്തിന് അറിയാം. പക്ഷെ അങ്ങനെ ഇന്ന് എനിക്ക് അറിയാമോ എന്ന് ചോദിച്ചാൽ അത് സാധ്യമായിട്ടൊരു കാര്യമാണ്. കാരണം എൻ്റെ സമയവും കുറവും, അതുപോലെ തന്നെ നമ്മൾ നടപ്പിലാക്കണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ആ നടപ്പിലാക്കുന്ന വേണ്ടി യാത്ര ചെയ്യേണ്ട ആവശ്യങ്ങൾ, എനിക്ക് അത്രയും ഒരു കണക്ഷൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുവാൻ സമയം എടുക്കുന്നുള്ളതുകൊണ്ട് തന്നെ അത് സാധിച്ചിട്ടില്ല. അത് പതുക്കെ ഡെവലപ്പായി വരുന്നേ ഉള്ളൂ. പക്ഷേ എല്ലാവരെയും ബന്ധപ്പെട്ട്, കാരണം 1.5 ലക്ഷത്തിലധികം ആൾക്കാർ അവിടെ ഉണ്ടത് വോട്ടേഴ്സായിട്ട് തന്നെ. അങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൽ സമയമെടുത്ത് മാത്രമേ എനിക്കത് ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത് ഞാൻ വളരെ സൂക്ഷ്മമായി കാൽച്ചുവട് വെച്ചുകൊണ്ടിരിക്കുകയാണ് ആ കാര്യം. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് മുൻപ് അല്ലെങ്കിൽ അതിനുശേഷം തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഉമ്മൻചാണ്ടിക്കും കുടുംബത്തിനുമെതിരെ ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ, ആരോപണങ്ങളൊക്കെ, അതിനകത്ത് ചികിത്സ നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട ഒരു നാരറ്റീവ്, അതൊരു ക്യാമ്പയിനായിട്ട് തന്നെ അന്ന് നിറഞ്ഞതാണ്. ഒരു കുറച്ചും കൂടി ഒരു ഇമോഷണലി ഒരു കൺട്രോൾഡ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, അതിന് ശരിക്കും സത്യം എന്തായിരുന്നു? സത്യം അവർക്ക് കേരളത്തിലല്ലേ, കേരളത്തിൽ ഇത് പറഞ്ഞില്ലല്ലേ അത്ഭുതമുള്ളൂ. ഇപ്പം നമ്മൾ എന്ത് ചെയ്താലും അതിന് 2 വശം ഉണ്ട് എന്ന് പറഞ്ഞ പോലെ. അപ്പം നമ്മളൊരാളെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റൊരാളുടെ കാഴ്ചപ്പാട് ചിലപ്പം അവരുടെ ചിന്താഗതി അനുസരിച്ചായിരിക്കും, അവരുടെ വീട്ടിൽ എന്തായിരിക്കും അവരുടെ പ്രവർത്തന ശൈലി, അതായിരിക്കും നമ്മളെ നോക്കിക്കാണുന്നത്. അപ്പം അവരുടെ ചിന്താഗതി അനുസരിച്ചായിരിക്കും നമ്മളെ വിലയിരുത്തുന്നത്. പക്ഷെ ഞാൻ എൻ്റെ ചിന്താഗതി അനുസരിച്ചാണ് ഞാൻ പ്രവർത്തിക്കുന്നത്, എൻ്റെ മനസ്സാക്ഷി അനുസരിച്ചാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. എൻ്റെ പിതാവിന് ആ കാര്യം അറിയാം. അപ്പം എൻ്റെ മനസ്സാക്ഷി അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സാക്ഷിയെ മാത്രം ബോധിപ്പിച്ചാൽ മതി ആ കാര്യം. കാരണം എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ മറ്റൊരാളെ ഞാൻ ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. പുറത്തുള്ളവരെ ബോധിപ്പിക്കേണ്ട എപ്പോഴാണ്? ഞാനൊരു പബ്ലിക് പേഴ്സണായി പ്രവർത്തനം നടത്തുമ്പോൾ അത് ഞാൻ മറ്റുള്ളവരെ ബോധിപ്പിക്കണമെന്ന് പറയാം. പക്ഷെ എൻ്റെ പിതാവിനെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ എനിക്ക് ഉത്തമബോധി കൊണ്ട് ഞാൻ ചെയ്തതെല്ലാം ശരിയാണെന്നും അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് ചെയ്തത്. പക്ഷെ ചിലർക്ക് അവരുടെ കാഴ്ചപ്പാടനുസരിച്ചാണ് അവർ കാര്യങ്ങൾ കാണുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അവർ പറയും, ചിലപ്പോൾ പ്രവർത്തിക്കും, ആളെ വെച്ച് സംസാരിപ്പിക്കും. അതിനകത്തൊന്നും ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. അവരുടെ മനസ്സാക്ഷിയും ഏതെങ്കിലും ഘട്ടത്തിൽ അങ്ങനെ ചികിത്സ നിഷേധിക്കപ്പെട്ടിരുന്നു അല്ലെങ്കിൽ ചികിത്സ എങ്ങനെ നിഷേധിക്കുമെന്നാണ് പറയുന്നത്? എങ്ങനെ ചികിത്സ നിഷേധിക്കുമെന്നാണ് പറയുന്നത്? ജർമ്മനിയിൽ 2 പ്രാവശ്യമാണ് കൊണ്ടുപോയത്, അമേരിക്കയിൽ 1 പ്രാവശ്യമാണ് പോയത്. അതുപോലെ തന്നെ അമേരിക്കയിൽ ചികിത്സ ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചെങ്കിലും അതിനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. അപ്പോൾ ഈ കേരളത്തിൽ വന്ന് ചെയ്യാമെന്ന് വെച്ചു. കേരളത്തിൽ വന്ന് ചെയ്യാമെന്ന് വെച്ചാൽ ചെയ്യാൻ തുടങ്ങുന്ന ദിവസമാണ് അദ്ദേഹത്തിന് ഡെങ്കു വന്ന് അസുഖമായി മാറിയത്. അത് കഴിഞ്ഞ് ഒരു വിദഗ്ധമായ ചെക്കപ്പിന് ജർമ്മനി ചെന്നപ്പോൾ അസുഖം എന്താണെന്നാണ് ചോദിച്ചത്. അപ്പം അസുഖം എന്താണെന്ന് പോലും ഡോക്ടർമാർക്ക് ഉറപ്പില്ലാത്തൊരു കാര്യത്തിനാണ് ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ പോകുന്നത്. അപ്പോൾ അതെൻ്റെ മനസ്സാക്ഷി അനുവദിക്കുമോ? നിങ്ങൾക്ക് അസുഖം ഉറപ്പുണ്ടോ എന്താണെന്നുള്ളത്? അതിൽ ഫ്ലക്ച്വേഷനാണ്, അതിൽ ഉറപ്പില്ല എന്താണ് അസുഖം എന്നുള്ളത്. ആദ്യം അസുഖം ഉറപ്പിച്ചിട്ട് വേണ്ടേ ആ ട്രീറ്റ്മെൻറ്റ് ഉറപ്പിക്കാൻ. അതാണ് അതിൻ്റെ സാഹചര്യം. കുടുംബം ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന സമയം, മനപ്രയാസത്തിൽ നിൽക്കുന്ന സമയം, ഈ തരത്തിലുള്ള കഥകളും ഒക്കെ പുറത്തൊക്കെ വരുമ്പോൾ അത് അദ്ദേഹത്തെ വിഷമിപ്പിച്ചിരുന്നു. 100%. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ആശുപത്രിയിൽ ന്യൂമോണിയ ബാധിച്ച് മാറ്റേണ്ടി വന്നു. നിങ്ങൾക്കറിയാം, ഒരു ചാനല് വളരെ മോശമായ രീതിയിൽ വാർത്ത കൊണ്ടുവന്ന് വ്യാജ ഡോക്യുമെൻ്റ് ഉണ്ടാക്കി വാർത്ത കൊണ്ടുവന്ന് ആ വ്യാജ ഡോക്യുമെൻ്റ് ഉപയോഗിച്ച് പ്രചരണം നടത്തി അവസാനം മറ്റുള്ള കുടുംബത്തിലെ അംഗങ്ങൾ ചിലർ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നവരെ സാഹചര്യം ഒരുക്കി അദ്ദേഹത്തെ ഞാനിതറിയിച്ചു. ഞാൻ അറിയിക്കാൻ പാടില്ലായിരുന്നു, എനിക്ക് പറ്റിയൊരു തെറ്റാണ്, ഇങ്ങനെ ഒരു പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് 3 പ്രാവശ്യം അത് ചോദിച്ചു, കൊടുത്തോ കൊടുത്തോ കൊടുത്തു. ഞാൻ പറഞ്ഞു കൊടുത്തു. അതൊരു ഷോക്കായിരുന്നു അദ്ദേഹത്തിന്. ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ BJPക്കോ ഒന്നും ആ തരത്തിലുള്ള ഒരു ആക്രമണം രാഷ്ട്രീയപരമായി നടത്തിക്കൊണ്ട് വലിയ ഉണ്ടാകും എന്ന് കരുതുന്നില്ല. അങ്ങനെ നിങ്ങൾ കുടുംബം കരുതുന്നുണ്ടോ?
അല്ല, അതിനകത്ത് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരൊന്നും ആയിരിക്കണമെന്നില്ല ഇതൊക്കെ ചെയ്യുന്നത്. അതൊക്കെ മനസ്സാക്ഷി മരവിച്ചു പോയ ചിലർ ചെയ്യുന്ന പ്രവർത്തനം. അവർക്കൊരു സുഖമുണ്ട്, ആ ഒരു സുഖം അവർ കണ്ടെത്തി. കൂടെ നിന്നവർ അല്ലെങ്കിൽ വളർത്തിക്കൊണ്ടുവന്ന വിശ്വസ്തർ കൂടെ നിന്നില്ല അല്ലെങ്കിൽ ചതിച്ചു എന്നുള്ളൊരു മനോവിഷമൊക്കെ അദ്ദേഹത്തിന് അവസാനം വരെ ഉണ്ടായിരുന്നതായി പല ആർട്ടിക്കിളിലൊക്കെ ഉണ്ടായിരുന്നു. അല്ലേ, ഇപ്പം രാഷ്ട്രീയമല്ലേ, രാഷ്ട്രീയത്തിൽ ഇതൊക്കെ നമ്മളിപ്പോൾ വിചാരിക്കുന്ന എല്ലാം നടക്കണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ വിചാരിക്കാത്ത പോലെ ചിലർ പ്രതികരിച്ച് കാണും, പ്രതീക്ഷിച്ച് കാണും. അതിനകത്തൊന്നും അദ്ദേഹം അങ്ങനെയൊന്നും എടുക്കുന്ന ആളല്ല. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും ഉത്തമമായ ബോധ്യമുള്ള ഒരാളാണ്. വളരെ സെൽഫ് കോൺഫിഡൻറ്റും സെൽഫായിട്ട് അവയർനെസ്സും ഉള്ള ഒരാളാണ്. അത് ജീവിതത്തിൻ്റെ അവസാനം വരെ ആ അവയർനെസ് പുലർത്തി. അപ്പം മറ്റൊരാൾ മോശമായിട്ട് പ്രവർത്തിച്ചൊന്നും അല്ലെങ്കിൽ മറ്റൊരാൾ ഇങ്ങനെ പ്രവർത്തിച്ചൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്ന പ്രശ്നമല്ല. പക്ഷെ സ്വാഭാവികമായിട്ടും ചില വിഷമങ്ങൾ ഇങ്ങനെ അസുഖവുമായി ബന്ധപ്പെട്ടും ഞങ്ങളെയൊക്കെ വീക്ഷിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അസ്വസ്ഥത ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊക്കെ അദ്ദേഹം പിടിച്ചു നിൽക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ് സംശയം. പാഴായ ഭൂരിപക്ഷ പിന്തുണ ആത്മകഥയിലെ അധ്യായം അത് പറഞ്ഞു തീർക്കാൻ അതിൽ വീണ്ടും കുറെ ഉണ്ടായിരുന്നു എന്നൊക്കെ PS പ്രശാന്ത് അടക്കമുള്ളവരൊക്കെ അന്ന് ആർട്ടിക്കിളിൽ പറഞ്ഞിരുന്നല്ലോ ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയല്ലേ. അപ്പം അങ്ങനെ കുറച്ച് പറയാൻ ബാക്കി വെച്ചിട്ടായിരുന്നു ആത്മകഥ അവസാനിച്ചത് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. എന്തായാലും അത് സംസാരിച്ചു കാണുമല്ലോ, ഈ പറഞ്ഞ പോലെ ഒരു വിഷമം ഉണ്ടായില്ലെങ്കിലും ഇങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ പോകേണ്ടിരുന്നത് എന്ന് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇല്ല, അദ്ദേഹം ഒന്നും സംസാരിക്കാറില്ല. അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊന്നും അദ്ദേഹം സംസാരിക്കാറില്ല. ഒരു ലെസൺ ആയിട്ടെങ്കിലും പറയില്ലേ, ഇങ്ങനെ ടേക്ക് കെയർ ചെയ്യണം, ഇതാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. ഒന്നും പറഞ്ഞില്ല. ഇപ്പം ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ ആക്രമിച്ച സോളാറിലല്ലേ, ആ സമയത്ത് പോലും പുള്ളി വളരെ ശാന്തനായി വന്ന് കിടന്നുറങ്ങിയിട്ടുള്ള ആളാണ്. അപ്പം അദ്ദേഹത്തെ ഒന്നും ബാധിച്ചിട്ടില്ല. അദ്ദേഹം കേരളത്തിലെ ജനങ്ങളുടെ സ്നേഹം അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പം അത് അദ്ദേഹത്തിൻ്റെ ശക്തിയാണ്. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ച് ബാക്കിയൊന്നും അതിനെ ബാധിച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞങ്ങളുടെ താരത്ത് പറഞ്ഞിട്ട് പോലുമില്ല. ഇപ്പം ഞാനാണെങ്കിൽ പോലും ഒരു വിഷമമുണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന് പറയുന്നത് നോക്കാം, അദ്ദേഹം ഒന്നും പറഞ്ഞു പോലും കണ്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ആ ഒരു എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള ഒരു കരുത്ത് അദ്ദേഹത്തിനുണ്ട്. ഈ സോളാറിലെ ആക്രമണങ്ങളും ആരോപണങ്ങളും ഒക്കെ ഒരു രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള വിഷയങ്ങളിലേക്കൊക്കെ കടന്നു പോയതുകൊണ്ട് അത് സ്വാഭാവികമായിട്ടും അത് കുടുംബത്തിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കും എന്നൊരു ഒരു ടെൻഷനൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാവില്ല. അതാണ് ചോദിച്ചത്, കുറച്ചും കൂടെ ടേക്ക് കെയർ ചെയ്യണം. ആരാ ഇതിനകത്ത് ബോധം? ഇതിനെ എന്താ പറയുക, വെള്ള പേപ്പറിൻ്റെ പോലും എന്താ പറയുക എഴുതിയാൽ പോലും ഉള്ള വിലയില്ല. ഒരു കടലാസിന് വേണമെങ്കിൽ വെറുതെ ഒരു വില കാണുമല്ലോ, പക്ഷെ അതിനകത്ത് എഴുതി വെച്ചാൽ പോലും വിലയില്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ആ സമയത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ സൈബർ ആക്രമണം നടന്നത്, ചാണ്ടിയുമ്മനെതിരെ നിരന്തരം നടക്കുന്നത്, രാഷ്ട്രീയത്തിലില്ലാത്ത അച്ചൂമ്മനെതിരെ പോലും സൈബർ ആക്രമണം നടത്തുന്നത്, ആരാണ് ഈ ആക്രമണത്തിനൊക്കെ പിന്നെ? അല്ല, ഇപ്പം അന്ന് തൊട്ട് സൈബർ ആക്രമണം ഒരു ഹാബിറ്റാക്കി ചിലർ മാറ്റിയിരിക്കുക. അന്ന് പക്ഷേ കൃത്യമായി നമുക്കറിയായിരുന്നു ആരാണ് ചെയ്യുന്നത്. അതിനകത്ത് ഇപ്പോൾ സംശയങ്ങളൊന്നുമില്ല. അതിപ്പം പ്രതിപക്ഷത്തിൻ്റെ റോള് ഭംഗിയായിട്ട് അവർ നിർവഹിക്കുന്നൊരു സാഹചര്യമുണ്ട്. അതിനകത്ത് ഇപ്പം ദേശാഭിമാനി ഉൾപ്പെടെ കൈരളി ഉൾപ്പെടെയുള്ള ചാനലുകൾ അതിന് നേതൃത്വം കൊടുത്തു. ഇന്നവർ ചിലപ്പം അവരായിരിക്കും സബ്റ്റിലി കൊടുക്കുന്നത്, ഇപ്പോൾ അത് ഇവിടെ നിന്നല്ല, പക്ഷെ അന്ന് കൃത്യമായി അവരതിന് നേതൃത്വം കൊടുത്തു. ഈ കഴിഞ്ഞ തവണത്തിലെല്ലാം സൈബർ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടാണല്ലോ ചാണ്ടിയുമ്മനെതിരെയുള്ള ആക്രമണം നടക്കുന്നത്. അതായത് ഉമ്മൻചാണ്ടി വളർത്തിയ ഒരു യങ് ബ്രിഗേഡിന്റെ കയ്യിലാണ് സൈബർ കോൺഗ്രസ് എന്നാണ് പൊതുവെ ആൾക്കാർ വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം വീണ്ടും എടുത്തത്. ഞാൻ ചോദിക്കേണ്ടത്, ഇപ്പം ആർക്കാ സൈബർ കോൺഗ്രസ് എഴുതാൻ വരാത്തെ? സൈബർ പോരാളി എന്ന് എഴുതിയിട്ട് ആർക്കാ? ഉമ്മൻചാണ്ടി ആക്രമിച്ച 21 നിങ്ങൾ നോക്കിയാൽ ഒരു മാസത്തിന് 2 പ്രാവശ്യമാണ് ഉമ്മൻചാണ്ടിയെ വ്യക്തിപരമായി ആക്രമിച്ചിട്ടുള്ളത്. ജൂൺ മാസത്തിൽ, മെയ് ജൂൺ മാസങ്ങളിൽ. ആരാന്നെങ്ങനെ എല്ലാം പോരാളിയാന്നാണ് പറയുന്നത്. അവരാരും കോൺഗ്രസ്സുകാരല്ല. ഇപ്പോൾ എന്നെ ആക്രമിച്ചവരുണ്ടല്ലോ, അവരും കോൺഗ്രസ്സുകാരല്ല. കാരണം അപ്പയ്ക്കെതിരെയാണ് പറയുന്നത്. അപ്പയെ ഒരു കോൺഗ്രസ്സുകാരനല്ല, ഇവിടുത്തെ ഒരു എതിരാളികൾ പോലും അങ്ങനെ ഒരു ഭാഷ ഉപയോഗിക്കത്തില്ല. തീർച്ചയായിട്ടും ഇത് ചിലർ എന്താ പറയുക ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നൊരു കാര്യമെന്ന് ഞാൻ കരുതുന്നു. അതിനകത്ത് ഇടതുപക്ഷം അതിന് സബ്റ്റിലായിട്ടൊരു പിന്തുണ കൊടുക്കുന്നുണ്ട്. ഈ കേന്ദ്ര അഭിഭാഷക പാനലിലൊക്കെ വന്ന സമയത്തും ചാണ്ടിയുമ്മൻ BJP പോവാണ് എന്നുള്ളൊരു കഥയും സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇടതുപക്ഷം നടത്തുമെന്ന് കരുതുന്നുണ്ട്. ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് അതുകൊണ്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇടതുപക്ഷത്തിന് പ്രയോജനം, അവർ കോൺഗ്രസ് MLA BJP പോവാന്ന് പറഞ്ഞാൽ അവരല്ലേ പറയുന്നത്. പക്ഷേ യാഥാർത്ഥ്യമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഞാൻ അപ്പോയിൻ്റ് ആവുന്നത്
22 സെപ്റ്റംബർ 8 സെപ്റ്റംബർ 8 തന്നെ രാഹുൽ ഗാന്ധിയോടൊപ്പം ഞാൻ നടക്കുക. ഇന്ത്യ ഒന്നിപ്പിക്കുവാൻ BJPക്ക് എതിരെയുള്ള പോരാട്ടത്തിൽ. അതിനുശേഷം എത്ര നാൾ കഴിഞ്ഞിട്ട് ഈ റീഅപ്പോയിൻമെൻറ്റ് വന്നപ്പോൾ തന്നെ എന്നെ പുറത്താക്കുകയാണ്. വന്നതും പുറത്താക്കുന്ന ഒരേ പോലെ. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇഷ്ടം ചെയ്തു, ഞാൻ രാജിവെക്കില്ല. കാരണം ഇവിടെ അഭിഭാഷകൻ എന്ന നിലയിൽ എനിക്ക് ചില റൈറ്റ്സ് ഉണ്ട്. എന്താണ്, ഏത് പാർട്ടിയിൽപ്പെട്ടാണ് ഞാനൊരു അഭിഭാഷകനാണ്. എനിക്കെൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അവകാശമുണ്ട്. അഭിഭാഷകരുടെ അവകാശം അത്. അതിനകത്ത് ഒരു വ്യത്യാസവുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ റൈറ്റ് ഞാൻ ഡീവാല്യൂ ചെയ്യൂ. ഞാനൊരിക്കലും ഡീവാല്യൂ ചെയ്യില്ല. വർഷങ്ങളോളം അല്ലെങ്കിൽ അങ്ങനെ ദശകങ്ങളോളം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് അടുത്തൊരു തലമുറ വരുമ്പോൾ പാർട്ടി കൃത്യമായിട്ട് പരിഗണിക്കുന്നില്ല എന്ന് തോന്നിയത് കൊണ്ട് കെ കരുണാകരൻ്റെ മകൾ BJPയിലേക്ക് എത്തുക, AK ആന്റണിയുടെ മകൻ BJPയിലേക്ക് എത്തുക, അങ്ങനെ അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയുടെ മകനും ഈ വഴിയാണോ എന്നുള്ള ഒരു വിലയിരുത്തലൊക്കെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ നടത്തി. അതിലൊരു സാങ്കത്യവും ഇല്ല അല്ലേ? എനിക്കുള്ള ഏറ്റവും വലിയ അകാര്യം എൻ്റെ പാർട്ടി തന്നത് രാഹുൽ ഗാന്ധിയോടൊപ്പം നടക്കാൻ അവസരം തന്നിട്ടുണ്ട്. എനിക്കൊരു പോസ്റ്റില്ല. ഞാൻ 4000 കിലോമീറ്റർ ഈ പാർട്ടിക്ക് വേണ്ടി നടന്നു. അതിനുശേഷം ഞാൻ പോസ്റ്റ് ആവശ്യപ്പെട്ടു. അപ്പോഴും ആവശ്യപ്പെട്ടില്ല. പാർട്ടി എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ മത്സരിക്കാൻ തയ്യാറായത്. 25 വർഷമായിട്ട് ഞാൻ പ്രവർത്തിക്കുക. ഞാൻ വിദേശത്ത് പോയി ചെറിയ ചെറിയ കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ എൻ്റെ പഠനം മൊത്തം ഇവിടെയായിരുന്നു. എൻ്റെ പാർട്ടിക്ക് വേണ്ടി ഞാൻ ജീവിതം മൊത്തം എല്ലാ തെരഞ്ഞെടുപ്പിലും, നിങ്ങൾ 2000 തൊട്ട് എല്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, എല്ലാ അസംബ്ലി തെരഞ്ഞെടുപ്പ്, എല്ലാ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, ഈ വർഷം 9 സംസ്ഥാനത്താണ് കഴിഞ്ഞ വർഷം 9 സംസ്ഥാനത്താണ് ഞാൻ പ്രചരണം നടത്തിയത്. അപ്പോൾ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഉത്തരവാദിത്തം ഞാൻ ചെയ്യും. എനിക്ക് അതുകൊണ്ട് ഇപ്പം എന്നെ ഒരു സ്ഥലത്ത് ഉത്തരവാദിത്തം തന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ പാർട്ടി വിടാൻ പോവാണ്. എൻ്റെ പാർട്ടിയോട് എനിക്കൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ലേ? ഈ പോയവരൊന്നും പാർട്ടിയെയും കുറ്റം പറഞ്ഞിട്ടല്ല പോയത്, കേന്ദ്ര നേതൃത്വത്തെയും കുറ്റം പറഞ്ഞിട്ടല്ല പോയത്. ഇവർക്കെല്ലാം പരാതി ഉണ്ടായിരുന്നത് സംസ്ഥാന നേതാക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു. ഇവിടെ അർഹതയ്ക്ക് ഉള്ളത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞതാണ് പരമശേഷി അടക്കമുള്ളവർ പോയത്. ആർക്കും ഈ പറഞ്ഞ പോയിന്റ് ഒക്കെ തന്നെ ആയിരുന്നു, ഇതിൽ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് വലിയ അവർക്ക് അർഹത കുറച്ച് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ അർഹത അനുസരിച്ച് കിട്ടിയിട്ടുണ്ട്. KTDCയിലെ ചെയർപേഴ്സൺ ആയിട്ടില്ലേ, പ്രത്യേകിച്ച് ഇലക്ഷന് മത്സരിച്ചിട്ടില്ലേ, തൃശ്ശൂരിൽ മത്സരിച്ചിട്ടില്ലേ. ചാണ്ടിയുമ്മന് അർഹതപ്പെട്ടത് കിട്ടുന്നുണ്ടോ? എനിക്കെല്ലാം കിട്ടുന്നുണ്ട്. അറിയിക്കുന്നതിലേറെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തെ കുറിച്ച് ചോദിച്ചപ്പം കെ സുധാകരനോ രമേശ് ചെന്നിത്തലയോ ആരോടാണ് ഏറ്റവും കൂടുതൽ അടുപ്പം സൂക്ഷിക്കുന്നത് ചാണ്ടിയമ്മ? കെ സുധാകരനോ എല്ലാ നേതാക്കന്മാരുമായിട്ട് തുല്യ അടുപ്പമുള്ളത്. അപ്പം ഞാൻ രമേശ് ഇന്നലെ എന്നെ NSSൻ്റെ പരിപാടിക്ക് കണ്ടു. അദ്ദേഹം പറഞ്ഞു മുനമ്പത്ത് പോവാണ്, ചാണ്ടിയുമ്മൻ വരണമെന്ന് പറഞ്ഞു. സന്തോഷത്തോടെ ഒരുമിച്ച് പോകുന്നു. ജനുവരി 1 പ്രതിപക്ഷ നേതാവായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അതുപോലെ കെ സുധാകരനുമായിട്ടും ഞങ്ങൾ ക്രിസ്മസിന് വീഡിയോ കോളിൽ സംസാരിച്ചു. എനിക്ക് ജനുവരി 1 കിട്ടിയില്ല നേരത്തെ. ഞങ്ങൾ എല്ലാവരുമായിട്ടും അടുപ്പം പുലർത്തുന്ന വ്യക്തിയാണ് ഞാൻ. KPCC പ്രസിഡന്റ് കുറച്ചും കൂടെ ഒരു പബ്ലിക് അഫെക്ഷൻ ചാണ്ടിയുമ്മൻ നടത്തുന്ന പ്രതികരണങ്ങൾക്കൊക്കെ കാണിക്കയായിട്ട് മാധ്യമങ്ങൾക്ക് തോന്നിയിരുന്നു. അതുകൊണ്ടാണ് അല്ല, അതിപ്പം എന്നോട് അദ്ദേഹത്തിന് ഒരു പിതൃതുല്യമായ വാത്സല്യമുള്ള ആളാണ്. അപ്പോൾ എന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്തി എൻ്റെ അപ്പനെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞത്, അദ്ദേഹം അപ്പോഴാണ് ഫാക്സ് അറിയുന്നത്. ഈ വിവാദം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളോട് ചോദിച്ചു, എന്താ ഇങ്ങനെ കേൾക്കുന്നതെന്ന് ചോദിച്ചു. പുള്ളിയോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാണ് കാര്യങ്ങൾ. ജർമ്മനിയിൽ പോയപ്പോൾ അസുഖം എന്താണെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് അസുഖം ആണോ അല്ലയോ ഇല്ലയോ ഇങ്ങനൊരു കൺഫ്യൂഷൻ നിൽക്കുക. ആ കൺഫ്യൂഷൻ്റെ ഇടയിൽ ചെയ്യാവുന്നതെല്ലാം സാധ്യമായിട്ടുള്ളതെല്ലാം ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു അച്ഛനെന്ന പോലെ ഞാൻ കൂടുതൽ കാണുന്നതാണ്. അപ്പം എൻ്റെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിൽ എന്നെ മനസ്സിലാക്കുകയും എൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും സത്യസന്ധമായ നിലപാട്, നീതിപൂർവമായ നിലപാടെടുത്ത വ്യക്തിയാണ് KPC പ്രസിഡന്റ്. അപ്പോൾ പ്രസിഡന്റ് എൻ്റെ KPC പ്രസിഡന്റിനപ്പുറം എൻ്റെ കുടുംബത്തിലെ ഒരു അംഗമായിട്ടാണ് ഞാൻ കരുതുന്നത്. രമേശ് ചെന്നിത്തലയും ഇതേപോലെ തന്നെ ഞാൻ മറക്കാത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ, എൻ്റെ പിതാവിനെ കാണുവാൻ രാഹുൽ ഗാന്ധി വരുന്ന ദിവസം, അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് ദിവസം, രമേശ് ചെന്നിത്തലയെ വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, രമേശിനെ വിളിക്കണമെന്ന് പറഞ്ഞു. 1 മണിക്കൂർ കൈ പിടിച്ചിരുന്നു. ആരെയും കാണിക്കുന്നില്ല.
എൻ്റെ അടുത്ത് പറഞ്ഞു രമേശിനെ വിളിക്കണം, പുറത്ത് നേതാക്കന്മാരെ ഇരിപ്പുണ്ട്, രമേശിനെ വിളിക്കണമെന്ന് പറഞ്ഞ് രമേശിൻ്റെ കൈ പിടിച്ച് 1 മണിക്കൂർ ഇരുന്നു. എൻ്റെ പിതാവ് എന്നെ കാണിച്ചിരിക്കുന്നതാ. എനിക്ക് അതേ താല്പര്യത്വമുണ്ട്. പെരുന്നയിൽ പോയപ്പോൾ ചെന്നിത്തലയോടൊപ്പം താങ്കളും ഉണ്ടായിരുന്നു. ജി സുകുമാരൻ നായർ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ്സുകാരനായിട്ടല്ല രമേശ് ചെന്നിത്തല വിളിച്ചത്, NSSന്റെ പുത്രൻ എന്ന രീതിയിലാണ്. അപ്പോഴും ഇവരുടെയൊക്കെ ഈ സമുദായ സംഘടനകളുടെ ഒരു രാഷ്ട്രീയ ചായ്വ് കോൺഗ്രസിലേക്ക് വരുന്നു, UDFിലേക്ക് വരുന്നു എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ പാർട്ടിയുടെ ഉള്ളിൽ അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടോ ഇപ്പോൾ? അല്ല, കോൺഗ്രസ് എന്നും എല്ലാ സമുദായ സംഘടനകളും ഒരേപോലെ കാണുന്നത്. അത് NSS ആവട്ടെ, അത് SNDP ആകട്ടെ, അത് ക്രൈസ്തവ സംഘടനകളാകട്ടെ, മുസ്ലിം സംഘടനകളാകട്ടെ, എല്ലാവരുമായിട്ട് നല്ല ബന്ധം. ആ ബന്ധം എന്നും നിലനിർത്തി പോരുന്ന കോൺഗ്രസ് തീർച്ചയായിട്ടും എല്ലാ സമുദായ സംഘടനകളും വരുന്നത് നല്ല കാര്യമല്ലേ. ആ പ്രതീക്ഷ സമുദായ സംഘടനകൾ കാണിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് എല്ലാ സമുദായ സംഘടനകളോടും നല്ല തരത്തിൽ പോകുമ്പോൾ അതിപ്പോൾ NSS ആണെങ്കിലും ജി സുകുമാരൻ നായർ ആണെങ്കിലും വെള്ളാപ്പള്ളി നടേശനാണെങ്കിലും കണ്ണടച്ച് VD സതീശനെ ആക്രമിക്കുകയാണ്. അതെന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനോട് ഒരു മയമില്ലാതെ ഈ രണ്ട് സമുദായ സംഘടനകളുടെ നേതാക്കന്മാരും തുടരാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്? അതിപ്പോൾ അവരോട് ചോദിക്കണം, എനിക്കറിയില്ല എൻ്റെ സാഹചര്യം എന്താണ്, എൻ്റെ കോൺടാക്ട്സ് എന്താണെന്ന് എനിക്കറിയില്ല. കാരണം പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ ചുമതല വളരെ ഭംഗിയായി നിർവഹിക്കുന്നതാണ് എൻ്റെ കാഴ്ചപ്പാട്. അസംബ്ലിയിൽ ഇങ്ങനെ പ്രതിപക്ഷ നേതാവുണ്ടോ? ഇത്രയും നല്ല രീതിയിൽ ഗവൺമെൻറ്റിന് വായടപ്പിക്കുന്ന മറുപടി കൊടുക്കുകയാണ്. മിണ്ടാൻ പറ്റുന്നുണ്ടോ ഗവൺമെൻറ്റിന്? മിണ്ടാൻ പറ്റുന്നുണ്ടോ മുഖ്യമന്ത്രിക്ക്? ഇത്രയും നല്ല പ്രവർത്തനം അസംബ്ലിയിൽ അദ്ദേഹം കാഴ്ചവെക്കുക, യാതൊരു സംശയമില്ല, മികച്ച പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ. ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അത് വലിയ ഒരു ആത്മവിശ്വാസം തരേണ്ടതായിരുന്നു കോൺഗ്രസിന്. പക്ഷെ തരുന്നുണ്ടാവും. പക്ഷെ അതിനൊപ്പം കെ മുരളീധരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാർ നടത്തിയ ചില പ്രസ്താവനകളുണ്ട്. മുരളീധരൻ ഒരുപക്ഷെ ചാണ്ടിയുമ്മൻ നടത്തിയ പ്രതികരണത്തിന് അതൊരു സമവായം ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇനിയും ഇതൊക്കെ തുറന്നു പറഞ്ഞേക്കും, ഈ അതൃപ്തികളൊക്കെ. അതായത് ഇങ്ങനെ ഇതൊക്കെ ഒരു ജനാധിപത്യ രീതിയിൽ പാർട്ടിക്കകത്തുണ്ട് എന്ന് നിന്നുകൊണ്ട് ഈ ചില പടലപ്പിണക്കങ്ങളൊക്കെ മാറിയിട്ടില്ല എന്നൊരു തോന്നൽ പുറത്തേക്ക് വരുന്നുണ്ട്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ പറഞ്ഞ് അപ്പം തന്നെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്ത് മുന്നോട്ട് പോയല്ലോ. അത് കഴിഞ്ഞ് ഇലക്ഷൻ ജയിക്കുകയും വൻപിച്ച ഭൂരിപക്ഷത്തിൽ രാഹുൽ MLA ആവുകയും ചെയ്തു. അപ്പോൾ വലിയൊരു പോസിറ്റീവ് സൈനായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത്. ആ ഒരു എഫക്റ്റ് ഇന്ന് കേരളം മൊത്തം ഉണ്ട്. അതാണ് നമ്മൾ തുടർന്ന് കൊണ്ടുപോകുന്നത്. കോൺഗ്രസിനകത്ത് അത് ഞാൻ കെ മുരളീധരൻ്റെ പേരെടുത്ത് പറഞ്ഞേ. ഇപ്പോൾ ഒരുപക്ഷെ ചാണ്ടിയുമ്മൻ നടത്തിയ പ്രസ്താവന ഞാൻ ഇനിയിപ്പോൾ ഇതിന് കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞേക്കാം. പക്ഷേ കെ മുരളീധരൻ അങ്ങനെ പറയുന്ന ആളല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ആ പറഞ്ഞതൊന്നും തിരുത്തി പറയാനൊന്നും നിന്നിട്ടില്ല. ചില വിഷയങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള സ്റ്റാൻഡിൽ ഇപ്പോഴും മാധ്യമങ്ങളെ കാണുമ്പോൾ പ്രതികരണം നടത്തുന്ന ആളാണ് കെ മുരളീധരൻ. അതുകൊണ്ടാണ് ചോദിച്ചത്, ഈ ഞങ്ങൾ എന്ന് പറയുന്ന ആ ഒറ്റക്കെട്ടായിട്ട് കോൺഗ്രസിന് പറയാൻ കഴിയുന്നുണ്ടോ അടുത്ത തെരഞ്ഞെടുപ്പിൽ? ഇപ്പോൾ എന്തെങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? പുതുതായിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അദ്ദേഹം പറയാത്തൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയേണ്ട കാര്യം എന്താ? ഇപ്പോൾ ഞാൻ ആ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അത് പാർട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് തീരുമാനിച്ചു. മുഖ്യമന്ത്രി ഒരു കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അങ്ങനെ കരുതുമ്പോൾ ചാണ്ടിയുമ്മൻ മനസ്സിൽ കാണുന്ന ഏറ്റവും യോഗ്യനായിട്ടുള്ള ആൾ ആരാണ്? അല്ല, അതിപ്പം ഏറ്റവും അവസാനത്തെ എൻ്റെ മനസ്സിൽ എപ്പോഴും എൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രി എൻ്റെ പിതാവിൻ്റെ ഓർമ്മയാണുള്ളത്. അപ്പം അദ്ദേഹത്തിനെ പോലെ തന്നെ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാനും എല്ലാവരെയും ചേർത്ത് പിടിക്കുവാനും കഴിവുള്ള ഏതൊരു കോൺഗ്രസ് നേതാവിനും അത് സാധിക്കും. ഉമ്മൻചാണ്ടിയുമായിട്ട് അത്തരത്തിലുള്ള ഒരു റാപ്പ് ഉണ്ടായിരുന്ന നേതാക്കളെ തന്നെയാണോ ചാണ്ടിയുമ്മൻ കരുതുന്നത്? ഈ എല്ലാവരും കൊണ്ടു നടക്കാൻ കഴിയണം എന്ന് പറയുന്നത് അത്തരം ഇണക്കങ്ങളിലേക്ക് കടക്കാത്ത. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അങ്ങനെ ഏതൊരു കോൺഗ്രസ് നേതാവിനും ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് കോൺഗ്രസിന്റെ പ്രത്യേകത തന്നെയാണ്. ഏതൊരു കോൺഗ്രസ് നേതാവിനും അതേപോലെ ചെയ്യാൻ സാധിക്കും. ഇന്നുള്ള ലീഡർഷിപ്പിലുള്ള എല്ലാവർക്കും ആ കഴിവുണ്ട്. എല്ലാവരും കൂടെ മുന്നിൽ നിർത്താൻ പറ്റില്ലല്ലോ, ഒരാളല്ലേ പറ്റൂ. അല്ല, അത് ഏതൊരു നേതാവിനെ പാർട്ടി തീരുമാനിക്കും. അത് ഞാൻ തീരുമാനിക്കണ്ട, മാധ്യമങ്ങളല്ല തീരുമാനിക്കുന്നത്, പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പാർട്ടിയുടെ തീരുമാനം. അത് ഇന്ന് ഏതൊരു നേതാവിനും ആ ഒരു കപ്പാസിറ്റി ഉണ്ട്. ഇന്ന് ലീഡർഷിപ്പുള്ള ഏതൊരു നേതാവിനും ആ കപ്പാസിറ്റി ഉണ്ട്. എല്ലാവരെയും ചേർത്ത് പിടിക്കുവാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റി അനുസരിച്ച് തന്നെ അവർ മുന്നോട്ട് പോകും. അപ്പോഴൊരു നായക സ്ഥാനമുണ്ട് അതിനകത്ത്. ഇപ്പോൾ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു പേര് തൽക്കാലം ഇപ്പോൾ CPM ഇല്ല. അങ്ങനെ ഒരു പേരിലേക്ക് തത്തുല്യമായിട്ട് ഒരാളെ വരുമ്പോൾ 1, 2, 3 നല്ല രീതിയിലുള്ള പേരുകൾ വരികയും അവിടെ ചില അഭിപ്രായ ഭിന്നതകളും പാളയത്തിൽ പടയ്ക്കൊക്കെ സാധ്യതയില്ലേ എന്നുള്ളൊരു ചോദ്യമൊക്കെ വരുന്നു കോൺഗ്രസിന്. ഇപ്പോൾ ഒരു പാളയത്തിൽ പടയില്ല, നിങ്ങളായിട്ട് ഉണ്ടാക്കിയതാ. ഈ പാലക്കാട് പ്രതികരണത്തിന് ശേഷം അത് പരിഹരിക്കപ്പെട്ടതിന് ശേഷം ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു തുറന്നു പറച്ചിലുകൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നു ചാണ്ടിയുമ്മൻ? അല്ല, ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. അതിലൊരു തിരുത്തലും നടത്തിയിട്ടില്ല. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി കൂടുതൽ പറയാനൊന്നുമില്ല.
ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അത് ഇനി ഒന്നും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനില്ല. ആ ചർച്ച കഴിഞ്ഞു. ഈ ആക്രമണം ഒറ്റ ചോദ്യമാണ്. ഉത്തരേന്ത്യയിൽ പോയി പ്രചാരണം നടത്തി, ആ പടം ഫേസ്ബുക്കിലിട്ടു, അതുമായി ബന്ധപ്പെട്ട് വലിയ ആക്രമണം നടത്തി. അത് ഇടതുപക്ഷമല്ല ആക്രമണം ഇടതുപക്ഷം നടത്തിയത്. ഇടതുപക്ഷത്തിന് ദേശാഭിമാനിയിലാണ് ഇത് ഇട്ടത്. ഞാൻ പക്ഷേ അവരെ കളിയാക്കിക്കൊണ്ട് ഇട്ടതാ. എന്താ ഞാൻ ഇട്ടതെന്താ? ഇവിടെ പോലും ഒരു കോൺഗ്രസ് നേതാവിൻ്റെ കൈ പിടിക്കാൻ അവർ നിൽക്കുന്നത്. ഒരു CPM MLA കാണിച്ചു തരൂ, ഒരു CPM നേതാവിനെ കാണിച്ചു തരും അവിടെ പോകുന്നത്. സൈബർ കോൺഗ്രസ് പ്ലാറ്റ്ഫോമുകളിലൊക്കെ വലിയ ബഹളമായിരുന്നല്ലോ. പക്ഷേ ഞങ്ങളുടെ ഒരു ബഹളമില്ല. ഇത് തുടങ്ങിയ ഞാൻ ഇട്ടതിന് ശേഷം ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് ഇലക്ഷൻ്റെ അന്ന് ദേശാഭിമാനി ഇട്ടതിന് ശേഷവും പിന്നെ നമ്മുടെ MLA മുൻ മന്ത്രി ഇട്ടതിന് ശേഷമാണ് ഇതൊരു വിവാദമായിട്ട് വന്നത്. ഞാൻ അദ്ദേഹത്തിന് അപ്പം തന്നെ ഞാൻ മറുപടി കൊടുത്തു. നിങ്ങളുടെ MLA-മാരും പോയിട്ടില്ല, നിങ്ങളുടെ MLA നേതാക്കന്മാരാരും പോയിട്ടില്ല. അതുകൊണ്ടാണ് ഇതിനെതിരെ ഞാൻ അവിടെ പോയി ഫോട്ടോ ഇട്ടതെന്ന് പറഞ്ഞു. BJP പോരാടുന്നു എന്ന് പറയുന്നത് എന്താ? BJP-ക്കെതിരെ പ്രചരണം നടത്താത്തേ? BJP-ക്കെതിരെ പ്രചരണം നടത്താൻ എന്താ ഒരു CPM നേതാവ് പോകാത്തത്? നമ്മുടെ മുഖ്യമന്ത്രി പോകാത്തത് എന്താ? ആ ചോദ്യം വാലിഡ് ചോദ്യമല്ലേ? ആ ചോദ്യം ഉന്നയിക്കുമ്പോൾ പിരിച്ചു വെക്കുകയാണ്. അത് CPM ആണ് അതിന് നേതൃത്വം കൊടുത്തത്. ഇല്ല, BJP CPM ബന്ധമാണ് കോൺഗ്രസ് പാലക്കാട് തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ പാലക്കാട് തൊട്ടല്ലേ ഈ ഗവൺമെന്റ് ഉള്ളപ്പോഴൊക്കെ സനാതന വിഷയ ശിവഗിരി അടക്കമുള്ള വിഷയങ്ങളിൽ പരസ്യമായിട്ട് RSS-ഉം BJP-യും CPM-ഉം മുഖ്യമന്ത്രിയും തമ്മിൽ കൊമ്പ് കോർക്കുന്ന ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഉണ്ട്. ഈ ഷർട്ട് വിഷയത്തിലടക്കം അത് കാണുന്നില്ലേ കോൺഗ്രസ്? കൊമ്പ് കോർക്കുന്നത് ഈ പേരിന് വേണ്ടിയല്ലേ? വൈകിട്ട് ഇവർ തമ്മിൽ ചർച്ച ചെയ്യാം. ഇത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയുള്ള കൊമ്പ് കോർക്കുന്നത്. ഒറ്റ കാര്യം കൂടെ, ഉമ്മൻചാണ്ടി ഇന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ചാണ്ടി ഉമ്മനോട് ഇത് തന്നെയാണോ പറയുക? അതായത് പുറത്തേക്ക് വലിയ പ്രതിഷേധങ്ങൾ വേണ്ട, ഈ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഇങ്ങനെ ഉത്തരം പറഞ്ഞാൽ മതി എന്ന് തന്നെയായിരിക്കും ഉമ്മൻചാണ്ടി പറയുക. അല്ല, ഇതിനകത്ത് എനിക്ക് പ്രതിഷേധമൊന്നുമില്ല. കാരണം എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ അംഗീകാരം ഈ പാർട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു പ്രതിഷേധമില്ല. ഇപ്പോൾ ഒരു കുടുംബമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ കാണുമല്ലോ. ആ പ്രശ്നമൊക്കെ പരിഹരിച്ച് പോകുമ്പോൾ പിന്നെ എന്താ അതിനകത്ത് ഒരു തർക്കമുള്ളത്? അപ്പം ഒരു പ്രശ്നമില്ലാത്ത സാഹചര്യത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നവർ മാധ്യമങ്ങളാണ്. നിങ്ങൾക്ക് ഇതിലൂടെ മാത്രമേ ഹെഡ്ലൈൻസിലെത്താൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞതിനെ കട്ട് ചെയ്തെടുത്താൽ അത് പ്രശ്നമാണ്. ഞാൻ പറയുന്നൊരു പോയിന്റ് കട്ട് ചെയ്താൽ അത് വിഷയമായി മാറും. ഞാൻ പറഞ്ഞ അപ്പുറത്തെ പോയിന്റ് കൂടെ ചേർത്ത് വെച്ചാൽ മാത്രമേ പൂർത്തിയാവത്തുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞു ലോക സമസ്ത സുഖിനോ ഭവന്തുവിൻ്റെ അപ്പുറത്ത് പശുവിനും ബ്രാഹ്മണനും ഗുണം വരട്ടെ എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ലോകം സമസ്തമായി സുഖമായിട്ടിരിക്കുന്നത്. എനിക്കതിൻ്റെ റിലേഷൻ മനസ്സിലായില്ല. അതിനു മുമ്പ് ഒത്തിരി വരികളുണ്ട്, ഇപ്പുറത്തും വരികളുണ്ട്. മൊത്തത്തിൽ പറഞ്ഞെന്താ? ലോകം മുഴുവൻ സുഖമായിരിക്കണം എന്നുള്ളതാണ് ആ വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിനുപോലും കുറ്റം കണ്ടുപിടിക്കുന്നവരാണ് നമ്മുടെ ഇടതുപക്ഷക്കാർ. അപ്പോൾ ഇതിനെ വെട്ടിയെടുത്ത് അവർ ചെയ്തേക്കാം. വളരെയധികം നന്ദി. രാഷ്ട്രീയ വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ് എന്ന് കൂടി ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കുന്നു. വളരെയധികം നന്ദി.